ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കിയേ, ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് കൂളിംഗ് ട്രാൻസ്ഫോർമേഷനാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത്, കണ്ടിന്യൂസ് കൂളിംഗ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രമാണ് ഈ ഡോട്ടഡ് ലൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രമാണ് ഈ ഡോട്ടഡ് ലൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇത് ട്രാൻസ്ഫോർമേഷൻ ബിഗിനിങ് ലൈനാണ്, ഇത് ട്രാൻസ്ഫോർമേഷൻ ബിഗിനിങ് ലൈനാണ്, ഇത് ട്രാൻസ്ഫോർമേഷൻ എൻഡിങ് ലൈനാണ് അല്ലേ. ഇതിനകത്ത് ഓരോ പോയിന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. യൂടെക്ടോഡ് ടെമ്പറേച്ചർ മുതൽ ഏകദേശം 540 വരെ നമ്മൾ എന്ത് ഓസനേറ്റ് എന്തായിട്ടാണ് കൺവേർട്ട് ആവുന്നത്, യൂടെക്ടോഡ് ടെമ്പറേച്ചർ മുതൽ 540 വരെ ഓസനേറ്റ്, യൂടെക്ടോഡ് ടെമ്പറേച്ചർ മുതൽ 540 വരെ ഓസനേറ്റ് എന്തായിട്ടാണ് കൺവേർട്ട് ആവുന്നത്, ഓസനേറ്റ് എന്തായിട്ടാണ് കൺവേർട്ട് ആവുന്നത്? പിയർലൈറ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നില്ലേ. പിയർലൈറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞു പിയർലൈറ്റ്? ഒന്ന് കോഴ്സി പിയർലൈറ്റും പറഞ്ഞ്, ഒന്ന് ഫൈൻ പിയർലൈറ്റും പറഞ്ഞു അല്ലേ. കോഴ്സി പിയർലൈറ്റ് എവിടെ ഉണ്ടാവുന്നത്? കോഴ്സി പിയർലൈറ്റ് എവിടെ ഉണ്ടാവുന്നത്? കോഴ്സി പിയർലൈറ്റ് എവിടെ ഉണ്ടാവുന്നത്? കോഴ്സി പിയർലൈറ്റ് ഉണ്ടാവുന്നത് ഹൈ ടെമ്പറേച്ചറിലും പിന്നെ എവിടെയാണ്? ഹൈ ടെമ്പറേച്ചറിലാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് കോഴ്സി പിയർലൈറ്റ് ഉണ്ടാകാൻ കാരണം? ഡിഫ്യൂഷൻ റേറ്റ് കൂടുതലാണ് അല്ലേ. പിന്നെ അവിടെ ആ ടൈമും കൂടുതലല്ലേ, ടൈമും കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് കോഴ്സി പിയർലൈറ്റ് ഉണ്ടാകുന്നത്. കോഴ്സി പിയർലൈറ്റ് മോർ ഡക്റ്റൈലാണ് അല്ലേ. കോഴ്സി പിയർലൈറ്റ് മോർ ഡക്റ്റൈലാണ്. പിന്നെ അതിനകത്ത് സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കും? തിക്ക് ലെയർ ഓഫ് ആൽഫ ആൻഡ് Fe3. ഒരു ലെയർ ഓഫ് ആൽഫയാണ്, ഒരു ലെയർ ഓഫ് Fe3C ആണ്. പക്ഷേ എങ്ങനെയായിരിക്കും? നല്ല തിക്ക് ലെയർ ആയിരിക്കും അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു ഓൾമോസ്റ്റ് താഴോട്ട് വരുമ്പോഴത്തേന്, ഓൾമോസ്റ്റ് ഒരു 540 ആകുമ്പോഴത്തേന് ഗാമ എന്തായിട്ട് മാറും? പിയർലൈറ്റായിട്ട് മാറും. പക്ഷേ എന്ത് പിയർലൈറ്റാണ് ഉണ്ടാകുന്നത് അവിടെ? ഫൈൻ പിയർലൈറ്റാണ് ഉണ്ടാകുന്നത് അല്ലേ. ഫൈൻ പിയർലൈറ്റ് എന്ന് പറയുമ്പോഴത്തേന് എന്താണ് അവിടെ ഉണ്ടാകുന്നത്? ഡിഫറൻസ് എന്താണ്? ആൽഫയും സിമെൻറ്റേറ്റും ഇങ്ങനെ ഫൈൻ ലെയറായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ആൽഫയും സിമെൻറ്റേറ്റും ഇങ്ങനെ ഫൈൻ ലെയറായിട്ടായിരിക്കും ഉണ്ടാകുന്നത് ആണല്ലോ. അതിനുശേഷം ഈ 540°C താഴോട്ട് നമ്മൾ ഉള്ള ഓസനൈറ്റിനെ കൂള് ചെയ്യുമ്പോൾ ബിലോ 540 മുതൽ എവിടം വരെ? ബിലോ 540 മുതൽ ഓൾമോസ്റ്റ് 215 വരെയുള്ള, എന്താണ്, 540 മുതൽ 215 വരെയുള്ള ഓസനേറ്റ് നമ്മൾ കൂള് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാവുന്നത്? എന്താണ് ഉണ്ടാവുന്നത്? ബയോണൈറ്റ് ആണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ബയോണൈറ്റ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നെന്താണ്? അപ്പർ ബയോണൈറ്റ് അല്ലെങ്കിൽ കോഴ്സ് ബയോണൈറ്റ് അല്ലെങ്കിൽ ഫെദറി ബയോണൈറ്റ് എന്ന് പറയുന്നത്. അതെവിടെ ഉണ്ടാകുന്നത്? ഈ ഭാഗത്താണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പർ ബയോണൈറ്റ് അല്ലെങ്കിൽ ഫെദറി ബയോണൈറ്റ് അല്ലെങ്കിൽ കോഴ്സ് ബയോണൈറ്റ് ആണ്. പിന്നെ സെക്കൻഡ് ബയോണൈറ്റ് ആണ് ലോവർ ബയോണൈറ്റ് അല്ലെങ്കിൽ ഫൈൻ ബയോണൈറ്റ് എന്ന് പറയുന്നത്. ബയോണൈറ്റിന് സ്ട്രക്ചർ എങ്ങനെയാണ്? പിയർലൈറ്റിലുള്ള ഡിഫറൻസ് എന്താണ്? നീഡിൽ ലൈക്ക് അല്ലേ, നീഡിൽ ലൈക്ക് സ്ട്രക്ചറാണ് അല്ലേ. പിയർലൈറ്റ് ഡിഫറൻസ് എന്താണ്? നീഡിൽ ലൈക്ക് സ്ട്രക്ചർ എന്നാണ് വ്യത്യാസം. അപ്പോൾ പിയർലൈറ്റിനെ കാട്ടിലും ഹാർഡ്നെസ് കൂടുതലാണോ? കൂടുതലായിരിക്കും. അപ്പോൾ ഈ ബേണൈറ്റ് പ്രത്യേകത എന്ന് വെച്ചാൽ അതിനൊരു റൈറ്റ് കോമ്പിനേഷൻ ഓഫ് സ്ട്രെങ്തും കാണും, ഡക്റ്റിലിറ്റിയും കാണും. അതാണ് ബേണൈറ്റിൻ്റെ പ്രത്യേകത. മൂന്നാമത്തെ എന്താണ് പറഞ്ഞത് നമ്മൾ? മാർട്ടൻസൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാകുന്നത്? ഡിഫ്യൂഷൻ ലെസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഗാമ ഓസനേറ്റിൻ്റെ ഡിഫ്യൂഷൻലെസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഗാമ ഓസനേറ്റ് നടക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? മാർട്ടൻസൈറ്റ് ഉണ്ടാകും. മാർട്ടൻസൈറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഏത് ടൈപ്പ് ഓഫ് സ്ട്രക്ചറാണ് അവിടെ? BCT ആണ്, അതായത് ബോഡി സെൻറ്റേർഡ് ഷാർപ്പ് അല്ലേ, അക്യുലാറാണ് അല്ലേ. അക്യുലാറാണ്, ഷാർപ്പ് നീഡിൽ ഷേപ്പാണ്. പിന്നെ എന്ത് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചറാണ്? ബോഡി സെൻറ്റേർഡ് ടെട്രഗണൽ ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് വരുന്നത് അല്ലേ. ബോഡി സെൻറ്റേർഡ് ടെട്രഗണൽ ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ എവിടെയാണ് കാർബൺ ആറ്റംസ് വന്നിരിക്കുന്നത്? ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിലാണ് കാർബൺ ആറ്റംസ് വന്നിരിക്കുന്നത് അല്ലേ. അങ്ങനെ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാർബൺ ആറ്റംസ് വന്നിരിക്കുന്നതുകൊണ്ടാണ് ആ മാർട്ടൻസൈറ്റിന് കൂടുതൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. മാർട്ടൻസൈറ്റാണ് മോസ്റ്റ് ഹാർഡ് അല്ലേ, ഏറ്റവും കൂടുതൽ ഹാർഡായിട്ടുള്ള, ഏറ്റവും പിയർലൈറ്റിൻ്റെയും ബിയർലൈറ്റിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഏതാണ്? മാർട്ടൻസൈറ്റാണ്. കാരണം മാർട്ടൻസൈറ്റിനകത്ത് ഡിഫ്യൂഷൻ ലെസ് ട്രാൻസ്ഫോർമേഷൻ, അതായത് അവിടെ പിന്നെ എന്തോ നടക്കുന്നത്? ഡിഫ്യൂഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്തോ നടക്കുന്നത്? അവിടെ ഇതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഡിഫ്യൂഷൻ ഇല്ലെങ്കിൽ എന്തോ നടക്കുന്നത്?
കാർബണിൻ്റെ റീഓറിയൻറ്റേഷനാണ് നടക്കുന്നത് അല്ലേ. കാർബണിൻ്റെ എന്താണ് നടക്കുന്നത്? ഡിഫ്യൂഷൻ ഇല്ലെങ്കിൽ എന്തോ നടക്കുന്നത് ഇവിടെ? കാർബണിൻ്റെ റീഓറിയൻറ്റേഷനാണ് നടക്കുന്നത്. ക്ലിയർ ആണോ? ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഈ കണ്ടിന്യൂസ് കൂളിംഗ് ട്രാൻസ്ഫർമേഷൻ കർവിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കണ്ടിന്യൂസ് കൂളിംഗ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് റിയൽ കേസിൽ ആക്ച്വൽ കേസിൽ വരുന്ന ട്രാൻസ്ഫർമേഷൻ ഡയഗ്രമാണ് കണ്ടിന്യൂസ് കൂളിംഗ് ട്രാൻസ്ഫർമേഷൻ ഡയഗ്രം. അതിനകത്ത് ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഐസോതെർമൽ ട്രാൻസ്ഫർമേഷൻ ഡയഗ്രത്തിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഐസോതെർമൽ ട്രാൻസ്ഫർമേഷൻ ഡയഗ്രത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം ഇതാ, പക്ഷേ കണ്ടിന്യൂസിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം ഇവിടെ വന്ന് അല്ലേ. ഐസോതെർമലിൻ്റെ എൻഡിങ് ടൈം ഇവിടെ വന്നു. അത് എൻഡ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഈ ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത്. പക്ഷേ കണ്ടിന്യൂസ് വരുമ്പോഴത്തേന് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ? കുറച്ചും കൂടി ഡിലേ ആയിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കിയേ, കുറച്ചും കൂടി ഡിലേ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നതോ ഐസോതെർമൽ എൻഡ് ചെയ്യുന്നതോ ഇവിടെ എൻഡ് ചെയ്തു. പക്ഷേ കണ്ടിന്യൂസ് ട്രാൻസ്ഫർമേഷനകത്ത് എൻഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ. അപ്പോൾ അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? അതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് ടൈമും എൻഡിങ് ടൈമും ഡിലേ ആവുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ട്രാൻസ്ഫർമേഷൻ ഓൺ കണ്ടിന്യൂസ് കൂളിംഗ് സ്റ്റാർട്ട്സ് അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ആൻഡ് ആഫ്റ്റർ ലോങ് ടൈം ആസ് കമ്പയർഡ് ടു ഐസോതെർമൽ ട്രാൻസ്ഫർമേഷൻ ഡയഗ്രത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഐസോതെർമൽ ട്രാൻസ്ഫർമേഷൻ രീതി തുടങ്ങുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ടായിരിക്കും എന്ത് തുടങ്ങുന്നത്? കണ്ടിന്യൂസ് കൂളിംഗ് ട്രാൻസ്ഫർമേഷൻ വഴിയാണെങ്കിൽ തുടങ്ങുന്നത്. അത്രയേ ഉള്ളൂ, ആ ഡിലേ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കി കർവും ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാം സെയിം ആണ്. അത് ക്ലിയർ ആയല്ലോ? ഓക്കെ ആണ്. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഈ ഒരു കർവ് നോക്കിയേ. ഈ കർവിനകത്ത് ഞാൻ വരച്ചു വെച്ചേക്കുന്നത് ഈ ഒരു കർവിനകത്ത് കണ്ടിന്യൂസ് കൂളിംഗ് ട്രാൻസ്ഫർമേഷൻ്റെ ഡയഗ്രം. ഇത് കണ്ടിന്യൂസ് ട്രാൻസ്ഫർമേഷൻ ഡയഗ്രമാണ് ഈ വരച്ചു വെച്ചേക്കുന്നത്. അത് സിമിലർ ടു ഐസോതെർമൽ ആണ്, പക്ഷേ ഇത് കണ്ടിന്യൂസ് ട്രാൻസ്ഫർമേഷൻ ഡയഗ്രമാണ് ഈ വരച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഈ CCTയും പിന്നെ മറ്റേ ഐസോതെർമൽ ട്രാൻസ്ഫർമേഷൻ ഡയഗ്രം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? CCTയും ഐസോതെർമൽ ട്രാൻസ്ഫർമേഷൻ ഡയഗ്രം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? CCT എന്ന് പറയുമ്പോഴത്തേനും ഐസോതെർമൽ ട്രാൻസ്ഫർമേഷനെക്കാട്ടും കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടും ഡിലേ ആയിട്ടായിരിക്കും അല്ലേ. ആ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ, ഇനി ഞാൻ ശ്രദ്ധിച്ച് കേട്ടണം. ഈ ഐസോതെർമൽ ട്രാൻസ്ഫർമേഷൻ ഡയഗ്രത്തിൻ്റെ ഈ ഒരു കണ്ടിന്യൂസ് ട്രാൻസ്ഫർമേഷൻ കർവാണ് ഈ സ്റ്റാർട്ട് ചെയ്ത് വരച്ചു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് കൂളിങ്ങിലുള്ള റേറ്റ് നമ്മൾ നോക്കാൻ പോവാം. അപ്പോൾ ഒന്നാമത്തെ ഞാനവിടെ നോക്കാൻ പോകുന്നത് പി എന്ന് പറയുന്ന കൂളിംഗ് കർവാണ് നോക്കാൻ പോകുന്നത്. പി എന്ന് പറയുന്ന കൂളിംഗ് കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കൂളിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ 0.01 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡാണ്. എന്ന് വെച്ചാൽ എന്താണ് 0.01 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 0.01 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 0.01 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ടെമ്പറേച്ചർ കുറയുന്നത് എങ്ങനെയാണ്? ഒരു സെക്കൻഡിൽ എത്ര ടെമ്പറേച്ചറാണ് കുറയുന്നത്? 0.01 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു സെക്കൻഡിൽ കുറയുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഈ ഒരു കൂളിംഗ് റേറ്റ് 0.01 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നോക്കിയേ. അത്രയും 0.01 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ വളരെ പതുക്കെയല്ലേ, ഓരോ സെക്കൻഡിലും 0.01 ഡിഗ്രി മാത്രമേ കുറയുന്നുള്ളൂ. അപ്പോൾ അത്രയും സ്ലോ കൂളിംഗ് അല്ലേ? ആണോ? അത്രയും സ്ലോ കൂളിംഗ് ആണോ? കേൾക്കുന്നുണ്ടോ പറയുന്നത്? 0.01 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേനും ഫാസ്റ്റ് കൂളിംഗ് ആണോ സ്ലോ കൂളിംഗ് ആണോ? ഒരു സെക്കൻഡിൽ 0.01 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ കുറയുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്നാണോ കൂൾ ചെയ്യുന്നത്, പതുക്കെയാണോ കൂൾ ചെയ്യുന്നത്? പെട്ടെന്നാണോ കൂൾ ചെയ്യുന്നത്, പതുക്കെയാണോ കൂൾ ചെയ്യുന്നത്?
സ്ലോ കൂളിംഗ്. അപ്പോൾ സ്ലോ കൂളിംഗ് ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്നത് നമുക്ക് എന്തുമായിരിക്കും 100 0.01 എന്ന് പറയുന്നത് നമുക്ക് 100% പിയർലൈറ്റ് ആയിരിക്കും ഉണ്ടാകും. നോക്കിയേ, ഇപ്പോൾ ഈ ഒരു സാധനം പിയർലൈറ്റിൻ്റെ മാത്രം സെക്ഷനാണ് എടുത്തേക്കുന്നത്. ഇത്രയും ഭാഗത്തല്ലേ പിയർലൈറ്റ് ഉണ്ടാകുന്നത്? ഇത്രയും ഭാഗത്തല്ലേ പിയർലൈറ്റ് ഉണ്ടാകുന്നത്? ഓക്കെ. അപ്പോൾ സ്ലോ കൂളിംഗ് വരുമ്പോഴത്തേന് നോക്കി, ഇതാണ് സ്ലോ കൂളിങ്ങിൻ്റെ കർവ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് ഈ ഭാഗത്ത് എന്തോ ഉണ്ടാകുന്നത് പിയർലൈറ്റ്. അപ്പോൾ സ്ലോ കൂളിംഗ് ആണെങ്കിൽ, അതായത് വളരെ സ്ലോ കൂളിംഗ് ആണെങ്കിൽ നമുക്ക് എന്തായാലും പിയർലൈറ്റ് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി ഞാൻ അടുത്തൊരു കൂളിംഗ് റേറ്റ് എടുക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന കൂളിംഗ് റേറ്റ് എത്ര കാണാൻ പറ്റുന്നുണ്ടോ? അടുത്ത കൂളിംഗ് റേറ്റ് 3 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് 0.1 വെച്ചിട്ട് കൂൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത് ഏത് ടൈപ്പ് ആയിരിക്കും? ഫൈൻ ആയിരിക്കുമോ കോഴ്സ് ആയിരിക്കുമോ പിയർലൈറ്റ്? ഫൈൻ ആയിരിക്കുമോ കോഴ്സ് ആയിരിക്കുമോ പിയർലൈറ്റ്? എക്സ്ട്രീം സ്ലോ കൂളിംഗ് ആണ്. എക്സ്ട്രീം സ്ലോ കൂളിംഗ് ഫൈൻ ആയിരിക്കുമോ സ്ലോ ആയിരിക്കും കോഴ്സ് ആയിരിക്കുമോ പിയർലൈറ്റ്? കോഴ്സ് പിയർലൈറ്റ് ആയിരിക്കും. ഇനി ഞാൻ കൂളിംഗ് റേറ്റ് കുറച്ചും കൂടെ കൂട്ടാൻ പോവാണ്. അതായത് ഒരു 3 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡ് ആക്കാൻ പോകും. അതായത് ഒരു സെക്കൻഡിൽ 3 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ കുറയുന്നതിരിക്കട്ടെ ഒരു സെക്കൻഡ്. അപ്പം എന്ത് സംഭവിക്കും? അപ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതല്ലേ പിയർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ എൻഡ് കർവ്? ആണോ? ഇത്രയും ഭാഗത്തല്ലേ ഏകദേശം 540 വരെ ഉണ്ടോ? ഇതാണ് പിയർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ എൻഡ് കർവ് അല്ലേ? ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ട്? ഇതാണ് പിയർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ എൻഡ് കർവ്. ഇതാണ് പിയർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ ബിഗിനിങ് കർവ്. ആണോ? ഓക്കെ. അപ്പോൾ പിയർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ എൻഡ് കർവ് അതാണ്. ഇത് പിയർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ ബിഗിനിങ് കർവാണ്. അപ്പോൾ 3 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡ് എടുത്താലും എന്ത് ക്രോസ് ചെയ്യുന്നുണ്ട്? പിയർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ എൻഡ് കർവ് ക്രോസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പോൾ 3 ഡിഗ്രി സെൽഷ്യസ് എടുത്താലും എന്ത് ക്രോസ് ചെയ്യുന്നുണ്ട്? ഈ പിയർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ എൻഡ് കർവ് ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? അവിടെയും 100% പിയർലൈറ്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അവിടെ എന്ത് ടൈപ്പ് പിയർലൈറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്? കോഴ്സ് ആയിരിക്കുമോ ഫൈൻ ആയിരിക്കുമോ? ഏകദേശം ഈ ഭാഗത്ത് വരുമ്പോൾ കോഴ്സ് ആയിരിക്കുമോ ഫൈൻ ആയിരിക്കുമോ? ഫൈൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഫൈൻ പിയർലൈറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഞാൻ വീണ്ടും കൂളിംഗ് റേറ്റ് കൂട്ടുന്നു. 35 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ 35 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുക. അപ്പോൾ നോക്കി, ആ റേറ്റിൽ വരുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത്? ജസ്റ്റ് ടച്ച് ചെയ്ത് പോവാണ് അല്ലേ? അല്ലേ? അതായത് ഇതല്ലേ എൻഡ് കർവ്? പിയർലൈറ്റ് എൻഡ് കർവ് ഏതാ? ഒരു സെക്കൻഡ്, ഞാനത് ഒന്ന് കണ്ടോ. 35 ഡിഗ്രി സെൽഷ്യസ് ആക്കിയപ്പോഴത്തേന് എന്ത് സംഭവിച്ചു? ഈ ഒരു കൂളിംഗ് ഇതിങ്ങനെ വന്നപ്പം ഏത് ലൈൻ ക്രോസ് ചെയ്യുന്നുണ്ട്? ഈ ലൈനിൻ്റെ പ്രത്യേകത എന്തുവാ? കർവിൻ്റെ പ്രത്യേകത? അപ്പോൾ ഈ 35 ഡിഗ്രി സെൽഷ്യസ് ഇപ്പോൾ എടുത്തപ്പോൾ എന്ത് മനസ്സിലായി? നോക്കിയേ, ലിമിറ്റിംഗ് ആയിട്ടുള്ള റേറ്റാണ്. ആ ഒരു റേറ്റ് വരെ നമുക്ക് എന്ത് സംഭവിക്കാം? 0.01 മുതൽ ഓൾമോസ്റ്റ് ഒരു 35 എടുത്തപ്പോൾ തന്നെ നമുക്ക് പിയർലൈറ്റ് വരെ കിട്ടുന്നുണ്ട്. പക്ഷേ 35 ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തുവരെയും കിട്ടുന്നത്? കോഴ്സ് ആണോ ഫൈൻ ആയിരിക്കും കിട്ടുന്നത്? കോഴ്സാണോ കിട്ടും? എടാ, ഫാസ്റ്റായിട്ട് കൂൾ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനാണ് കിട്ടുന്നത്. സ്ലോലി കൂൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കോഴ്സ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 35 എന്ന് പറയുമ്പോൾ കോഴ്സ് അല്ല കിട്ടുന്നത്, ഫൈനാണ്. ഫൈൻ പിയർലൈറ്റ് ആണെങ്കിൽ. ഇനി നമുക്ക് നോക്കി, ഈ 35നും 140ക്കും ഇടയ്ക്കൊരു കൂളിംഗ് റേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 35ന് 140, ഇതാണ് 140. ഓക്കെ. ഈ 35ന് 140ക്ക് ഇടയ്ക്കുള്ള കൂളിംഗ് റേറ്റ് എടുക്കുകയാണെങ്കിൽ എന്തുവാ സംഭവിക്കുന്നത്? ഏത് ലൈൻ ക്രോസ് ചെയ്യുന്നില്ല?
ഏത് ലൈൻ ക്രോസ് ചെയ്യുന്നില്ല? ഏത് ലൈനാണ് ക്രോസ് ചെയ്യാത്ത? 35നും 140ക്കും ഇടയ്ക്ക് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഏത് ലൈൻ ക്രോസ് ചെയ്യുന്നില്ല? പീലൈ ട്രാൻസ്ഫോർമേഷൻ എൻഡ് കർവ് ക്രോസ് ചെയ്യുന്നുണ്ടോ ഇവിടെ? പീലൈ ട്രാൻസ്ഫോർമേഷൻ എൻഡ് കർവ് താണ്ട് ഇത്രയല്ലേ ഉള്ളൂ അല്ലേ? 540 വരെ, ഓൾമോസ്റ്റ് 540 കണ്ടോ? പീലൈ ട്രാൻസ്ഫോർമേഷൻ എൻഡ് കർവ് എത്രയേ ഉള്ളൂ? ഇവിടം വരെ ഉള്ളൂ. അപ്പം നമ്മൾ ഈ 35നും 140ക്കും ഇടയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് പീർലൈറ്റ് കിട്ടുമോ? കംപ്ലീറ്റ് പീർലൈറ്റ് കിട്ടുമോ? ഇല്ല. അപ്പോൾ കംപ്ലീറ്റ് പീർലൈറ്റ് കിട്ടത്തില്ല നമുക്കൊരു. അപ്പം നമുക്ക് 0.01 മുതൽ ഓൾമോസ്റ്റ് 35 വരെ നമുക്ക് എന്താണ് കിട്ടുന്നത്? കംപ്ലീറ്റ് പീർലൈറ്റ് കിട്ടും. പക്ഷേ ഈ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത് ഇല്ല, ഈ 0.01 കിട്ടുന്നത് കോഴ്സി പീർലൈറ്റ് ആയിരിക്കും. ഇങ്ങോട്ട് പോകുമ്പോഴത്തേന് ഫൈൻ പീർലൈറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. പിന്നെ 35 മുതൽ 145 വരെ നമുക്ക് പീർലൈറ്റ് കംപ്ലീറ്റ് പീലൈറ്റ് കിട്ടത്തില്ല. കാരണം ഈ ഒരു സ്റ്റാർട്ട് കർവ് ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? പീലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് കർവ് ക്രോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ പീലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ എൻഡ് കർവ് ക്രോസ് ചെയ്യത്തില്ല. ഈ 35 ഡിഗ്രി സെൽഷ്യസിൽ പെർ സെക്കൻഡിൽ കൂട്ടിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് കർവ് ക്രോസ് ചെയ്യും, പക്ഷേ എൻഡ് കർവ് ക്രോസ് ചെയ്യുമോ? സ്റ്റാർട്ട് കർവ് ക്രോസ് ചെയ്യും, പക്ഷേ എൻ കർവ് ക്രോസ് ചെയ്യുമോ? എൻ കർവ് ക്രോസ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കുറച്ച് പീർലൈറ്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്, ബാക്കി എന്തായിട്ട് മാറുന്നു? പക്ഷേ കംപ്ലീറ്റ് പീർലൈറ്റ് ഉണ്ടാകത്തില്ല, കുറച്ച് പീർലൈറ്റ് ഉണ്ടാകും, ബാക്കി എന്തുണ്ടാകുന്നു? മാർട്ടൻസൈറ്റ് ആയിട്ടായിരിക്കും മാറുന്നത്. ഇനി നമ്മൾ 140 ഡിഗ്രി സെൽഷ്യസിന് കൂടുതലാണ് നമ്മുടെ കൂളിംഗ് റേറ്റ് നിൽക്കട്ടെ. 140 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 140 ഡിഗ്രി സെൽഷ്യസ് ആണ് കുറയുന്നത്. ഒരു സെക്കൻഡിൽ 140 ഡിഗ്രി സെൽഷ്യസ് ആണ് കുറയുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് കർവ് എങ്ങനെ വരും? കർവ് എങ്ങനെ വരും? ഇങ്ങനെ വരത്തില്ലേ? കർവ് ഇങ്ങനെ വരത്തില്ലേ? അപ്പോൾ അത് പീർലൈറ്റിൻ്റെ സ്റ്റാർട്ട് കർവ് ക്രോസ് ചെയ്യുന്നുണ്ടോ? പീർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് കർവ് ക്രോസ് ചെയ്യുന്നുണ്ടോ? എൻഡ് കർവ് ക്രോസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ പീർലൈറ്റ്. അപ്പോൾ 140 ഡിഗ്രി സെൽഷ്യസിലൊക്കെ 140 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡിലൊക്കെ നമ്മൾ കൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പീർലൈറ്റ് ഉണ്ടാവത്തേ ഇല്ല. അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്തായിരിക്കും ഉണ്ടാകുന്നത്? മാർട്ടൻസൈറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കൂളിംഗ് ട്രാൻസ്ഫോർമേഷൻ, കണ്ടിന്യൂസ് കൂളിംഗ് ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രത്തിൻ്റെ അല്ലെങ്കിൽ ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ മനസ്സിലായോ? നമുക്ക് കണ്ടുപിടിക്കും. നമുക്കിപ്പോൾ ഏത് സ്ട്രക്ചറാണോ നമുക്ക് വേണ്ടത് ആ സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ കൂൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഡയഗ്രാം യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഏത് സ്ട്രക്ചറിൽ ഏത് ടെമ്പറേച്ചർ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കൂളിംഗ് റേറ്റ് കൂൾ ചെയ്ത് നമുക്ക് ഏത് സ്ട്രക്ചർ കിട്ടും എന്നുള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? എക്സ്ട്രീം കൂളിംഗ് ആയിട്ടുള്ള ഇത് 0.01 അല്ലേ? അവിടെ വന്നപ്പം കൂൾ ചെയ്തപ്പോൾ നമുക്ക് കോഴ്സി പീർലൈറ്റ് കിട്ടി. പിന്നെ ക്യൂ വന്നപ്പോഴത്തേന് ക്യൂ എന്താണ്? 2 കർവിനെ ക്രോസ് ചെയ്യുന്നുണ്ട്, അവിടെ 100% പീർലൈറ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ കോഴ്സ് അല്ല, ഫൈൻ ആയിരിക്കും. പിന്നെ 6 വന്നപ്പോഴും എന്താണ്? അത് ലിമിറ്റിംഗ് കണ്ടീഷനാണ്. അതും 2നെയും ക്രോസ് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ടിനെയും എൻഡിനെയും ക്രോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്? അവിടെയും കോഴ്സാണോ ഫൈനാണോ ഉണ്ടാകുന്നത്? 6 എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോഴും കോഴ്സാണോ ഫൈനാണോ ഉണ്ടാകുന്നത്? ഫൈൻ പീർലൈറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലേ? പിന്നെ 35 മുതൽ 140 വരെ എടുക്കുകയാണെങ്കിൽ 35 മുതൽ 140 വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാ? പീർലൈറ്റിൻ്റെ എൻഡ് കർവ് പാസ് ചെയ്യുന്നുണ്ടോ? പീർലൈറ്റിൻ്റെ എൻ കർവ് ക്രോസ് ചെയ്യുന്നുണ്ടോ 35 മുതൽ 140 എടുക്കുമ്പം? 35 മുതൽ 140 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരും ഇവിടെ. അതുകൊണ്ട് 35 ഇതാ 140 എന്ന് പറയുമ്പോൾ അത് ഇതിൻ്റെ ഇടയ്ക്ക് വരുമ്പോഴത്തേനും ഒരു കർവ് മാത്രമല്ലേ ക്രോസ് ചെയ്യത്തുള്ളൂ. ഏത് കർവേ ക്രോസ് ചെയ്യത്തുള്ളൂ? ഏത് കർവേ ക്രോസ് ചെയ്യത്തുള്ളൂ? സ്റ്റാർട്ട് കർവ് മാത്രമേ ക്രോസ് ചെയ്തുള്ളൂ. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് പീർലൈറ്റ് ഉണ്ടാവത്തില്ല, പക്ഷേ കുറച്ച് പീർലൈറ്റ് ഉണ്ടാവും, കുറച്ച് മാർട്ടൻസൈറ്റ് ഉണ്ടാവും. പക്ഷേ 140ക്ക് എബവ് എടുത്തു കഴിഞ്ഞാൽ 2 കർവിലും ടച്ച് ചെയ്യത്തില്ല, നേരെ താഴോട്ടിന് വരും. അപ്പോൾ എന്താണ്? അത്രയും ഫാസ്റ്റ് കൂളിംഗ് ആണ്. അത്രയും ഫാസ്റ്റ് കൂളിംഗ് വരുമ്പോഴത്തേന് സ്റ്റാർട്ട് കർവിലും ടച്ച് ചെയ്യുന്നില്ല, എൻ കർവിലും ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഓസ്നേറ്റ് മാർട്ടൻസൈറ്റ് ആയിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്.
അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനകത്ത് ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് എന്ന് പറയുമ്പോഴത്തേന് 140 ആണ്. 140 താന്നു കഴിഞ്ഞാൽ ഒരു ഫുൾ ഓസ്റ്റനേറ്റ് നമ്മൾ എന്താ പറയുന്നത് പിയർലൈറ്റ് ആയിട്ട് മാർട്ടൻസൈറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ട്രീം ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 140 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡിനെക്കാട്ടിലും കൂടുതൽ കൂളിംഗ് റേറ്റ് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്ട്രീം ഹാർഡായിട്ടുള്ള എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ? എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ? എക്സ്ട്രീം ഹാർഡായിട്ടുള്ള മാർട്ടൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അതല്ല 140 ഡിഗ്രി സെൽഷ്യസിനും 35 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ് കൂളിംഗ് റേറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തുമായിരിക്കും ഉണ്ടാകുന്നത്? എ കോമ്പിനേഷൻ ഓഫ് മാർട്ടൻസൈറ്റ് ആൻഡ് പിയർലൈറ്റ് ആയിരിക്കും വരുന്നത്. അതല്ല 35 ഡിഗ്രി സെൽഷ്യസിന് താഴോട്ടാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പിയർലൈറ്റ് ഉണ്ടാവും. പക്ഷേ ഫൈൻ ആണോ കോഴ്സ് ആണോ എന്നുള്ളത് ആ ടെമ്പറേച്ചറിൻ്റെ കൂളിംഗ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത്രയും ക്ലിയർ ആണോ?